ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയുടെ റെസിപ്പി കേട്ടോ. നമുക്കും അറിയില്ലായിരുന്നു ഇത് കഴിക്കാൻ പറ്റിയൊരു ചീരയാണെന്ന് കേട്ടോ. നമ്മൾ നടക്കാൻ ഇറങ്ങിയ ടൈമിൽ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ കഴിക്കാനും ഇടയായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ കേട്ടോ. ആ ചീര ചില നാടുകളിൽ പല പേരുകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ചെടിച്ചീര എന്നും അരുണോദയ ചീര എന്നും ചോരച്ചീര എന്നൊക്കെ അറിയുന്നുണ്ട്. ചില നാടുകളിൽ നീലലോഹിത ചീര അങ്ങനെ എന്തൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ് കേട്ടോ. കണ്ണിന് കാഴ്ചശക്തിക്കും അതുപോലെ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനും ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ല ചീരയാണെന്നാണ് ഇതിനെക്കുറിച്ചിട്ട് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീര തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ ഒരു കുറച്ച് മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇലയിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപ്പ് ചേർത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇല ഒന്ന് വാടി കിട്ടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 4 അല്ലി ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ ഒരു പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ടോ. എൻ്റെ കയ്യിലുള്ള മുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാനിവിടെ 1 ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തയ്യാറാക്കാനായിട്ട്. ചട്ടിയുടെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീര ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട. നമ്മൾ ചീര വെക്കുന്നത് പോലെ വെള്ളമൊന്നും വെക്കാതെ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ചീരയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാരവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാമറയുടെ പൊസിഷനൊന്ന് മാറ്റാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്ട്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറമ്പിലും പാടത്തൊക്കെ തൊടുവിലൊക്കെ കാണുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.